സ്ത്രീകൾ സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുകയുണ്ടായി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 2017-18 26.5%. എന്നാലത് 23-24 36.4% ഉയർന്നു. അതോടൊപ്പം വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചതും മാറ്റിയതുമായ ഇടപെടലായിരുന്നു. സാമൂഹ്യ സുരക്ഷയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നത് ഈ 10 വർഷക്കാലത്ത് അനുഭവമെടുത്താൽ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 50,000 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. അതേസമയം പട്ടയം 4 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അതിൽ 2 ലക്ഷത്തിലധികം വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, നമ്മുടെ 60% വീടുകളിലും പൈപ്പ് ജലം എത്തിക്കാൻ നമുക്കായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. ഒന്ന്, തസ്തികകൾ സൃഷ്ടിച്ചതാണ്. ഈ കാലയളവിൽ 10,000-ലധികം തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചു. 13,000 കോടി രൂപ ആരോഗ്യമേഖലയിൽ ചെലവഴിക്കുന്ന നിലയുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ OP സന്ദർശനം അത് 13 കോടിയായി ഉയർന്നു. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ആരോഗ്യ സൂചികകൾ എടുത്താൽ അതിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത ആരോഗ്യരംഗം പോലെ തന്നെ ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗവും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന ആശങ്ക, അതെല്ലാം ദൂരീകരിക്കാനായി. മാത്രമല്ല 11 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പാക്കി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.